ഇപ്പൊ ഉള്ളിലെല്ലാം കാണാൻ പറ്റും. അടിപൊളിയാട്ടോ, കണ്ണ് കഴുകാൻ എളുപ്പമായത്. ഡോക്ടറെ ചൂടൊരു രക്ഷയില്ല ശരിക്കും. ഈ ചൂടാവുന്ന സമയത്ത് കണ്ണിന് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ കണ്ണ് നമുക്ക് വേദനയും ഒരു ബുദ്ധിമുട്ടും ഒത്തിരി ഉണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തന്നാലോ? ഇതെല്ലാം കണ്ട് പേടിക്കൊന്നും വേണ്ട, എല്ലാ നിസാര സാധനങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നത്. ഇതിന്റെ പേര് ഐ കപ്പ്. ഇതാണ് മെയിൻ സാധനം. ഒന്ന് നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, ചെയ്യേണ്ട സാധനം അത് തന്നെ. പിന്നെ ഒരു ഇച്ചിരി പച്ചവെള്ളം, നല്ല പച്ചവെള്ളം. ഓക്കെ, പച്ചവെള്ളം എന്ത് ചെയ്യണം? ആദ്യം നമ്മളത് അരിക്കണം. ഒരു തുള്ളി അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അത് അരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. ഓക്കെ, ആ അരിച്ചെടുത്തത് അത് സന്തോഷേട്ടൻ ചെയ്ത് നോക്കണമല്ലോ. നമ്മൾ ആദ്യം ഇതിലേക്ക് നിറച്ചെടുക്കുക. വെള്ളം അങ്ങനെ എടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കണ്ണടച്ചിട്ട് പിടിച്ചോ, ഇതിന്റെ താഴെ പിടിച്ചാൽ മതി. താഴെ പിടിച്ചോണ്ട് അങ്ങനെ പിടിച്ചോണ്ട് കണ്ണടക്കട്ടെ. അടച്ചിട്ട് വെക്കുക, അങ്ങനെ ഇറക്കുക. എന്നിട്ട് കണ്ണ് പതുക്കെ തുറക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസും സൈഡിലോട്ടും ഒക്കെ കണ്ണ് റൊട്ടേറ്റ് ചെയ്യുക. അടിപൊളി. ഇപ്പൊ ഉള്ളിലെല്ലാം കാണാൻ പറ്റും. ഇത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണമണി ഓടിക്കണം. അതെ അതെ അതെ. ഓ ശരി 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 ശരി. അതങ്ങനെ നമ്മൾ രണ്ട് കണ്ണിനും ചെയ്യണം. അപ്പൊ കറക്റ്റ് ആയിട്ട് തുറന്ന് കാണാൻ പറ്റും. ഒരു പ്രാവശ്യം എടുക്കുന്ന വെള്ളം എടുത്ത് കളഞ്ഞിട്ട് വേണം അടുത്ത കണ്ണിൽ വെക്കാൻ. അല്ലെങ്കിൽ ഇതിലെ രണ്ടെണ്ണം വെച്ചിട്ട്. അടിപൊളിയായിട്ടോ, കണ്ണ് കഴുകാൻ എളുപ്പമായതുണ്ടോ ഈ ഒരു സാധനം കൊണ്ട്? കണ്ടോ? ഓ, അടുത്ത ഇനി ഇത് ഈ വെള്ളം കളയണം. ഇത് എവിടെ കിട്ടുമെന്നൊന്നും ചോദിക്കണ്ട, ഇതൊക്കെ റെഡി ഉണ്ട്. ഇത് നമ്മൾ അടുത്ത കണ്ണില്, വലത് കണ്ണില് ഇതേപോലെ തന്നെ ഒഴിക്കണം. ഒഴിച്ചിട്ടുണ്ട്. അടുത്ത കണ്ണ് ഇത് ഈ കണ്ണ് അടയ്ക്കുക. അടച്ചോണ്ട് ഇതിനകത്ത് മുക്കണം. അതെ അതെ അതെ. എന്നിട്ട് കണ്ണ് തുറക്കണം. കണ്ണ് തുറന്നിട്ട് കൃഷ്ണമണി ഓടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കണം. അതെ അതെ അതെ. ഇത് എത്ര ദിവസം കുടിക്കുക ചെയ്യണം? നമുക്ക് ദിവസവും ചെയ്യാവുന്നതാണിത്. ഇത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരില്ലേ, ഈ IT ഫീൽഡിലുള്ളവര്, കൊച്ചു കുഞ്ഞുങ്ങള്. ഇപ്പം അവധിക്കാലം വരുന്നു, കുഞ്ഞുങ്ങൾ മിക്കവാറും ഒന്നില് ഫോണിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിന് മുമ്പിലോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ദിവസവും ചെയ്യാം. ഇത് നമ്മുടെ കണ്ണിന്റെ ഡ്രൈനെസ് എന്നൊക്കെ പറയത്തില്ലേ, കണ്ണില് എപ്പോഴും കരകരപ്പ് തോന്നുന്നു, കണ്ണിൽ പൊടി കിടക്കുന്ന പോലെ തോന്നുന്നു, ഡ്രൈനെസ്സിന് നല്ലതാണ്. പിന്നെ ഈ പറയുന്ന അമിത പ്രഷറൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ഇപ്പോൾ കണ്ണ് നന്നായിട്ട് ക്ലീൻ ആവും. നമ്മുടെ നേസോലാക്രിമൽ ഡക്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആവുന്നത് ഇവിടെയാണ്. അപ്പൊ അതെല്ലാം വൃത്തിയാക്കി നമ്മുടെ കണ്ണിനൊരു ഇപ്പൊ തന്നെ ഒരു തണുപ്പ് തോന്നത്തില്ലേ, ആ ഒരു ഫീൽ അതിനകത്ത് കിട്ടും. ഇനി എന്തോ ചെയ്യേണ്ടത്? ഇനി അടുത്തതെന്ന് പറഞ്ഞാല് നമുക്ക് അതായത് കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കാവുന്ന ഒരു ചെറിയ മരുന്ന്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുമാതിരി എല്ലാവർക്കും അറിയുന്നതാണ് ത്രിഫല. നെല്ലിക്ക, താനിക്ക, കടുക്ക. ഇത് മൂന്നെണ്ണം. നെല്ലിക്ക, താനിക്ക, കടുക്ക. ഇത് കണ്ടോ, നെല്ലിക്ക, താനിക്ക, കടുക്ക. എല്ലാവർക്കും അറിയാം. ത്രിഫല കഷായം, പല പല സംഭവങ്ങൾ. ത്രിഫല എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുമാതിരി കഷായയോഗങ്ങളിലും എണ്ണയോഗങ്ങളിലും ഒക്കെ അതൊരു രസായനം എന്ന് തന്നെ പറയാം. അതായത് ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മരുന്നാണ്. കിട്ടുന്ന നെല്ലിക്ക തന്നെ എല്ലാവരും സത്ത് എടുത്തതിന് ശേഷമൊക്കെ കിട്ടും. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞാല്, ഇപ്പൊ ചേട്ടൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞാല് നമ്മള് നെല്ലിക്ക നേരിട്ട് എടുത്ത് പൊടിക്കുക. അപ്പൊ അങ്ങനെ കിട്ടുന്ന കണ്ണിന്റെ കാര്യമാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ നല്ല നെല്ലിക്ക എടുക്കുക, അത് താനിക്ക, കടുക്ക, ഏറ്റവും ക്വാളിറ്റി ഉള്ളത്. അപ്പൊ ഇത് എടുത്തിട്ട് എന്തോ പിന്നെ അത് നമ്മള് ത്രിഫലാചൂർണം എന്ന് പറയും. അത് നമ്മൾ പൊടിച്ചത് 3 സമയം എടുത്ത് പൊടിക്കുന്ന. അത് നമ്മൾ പൊടിച്ചത് ഇവിടെ ഉണ്ട്. ഇത് നമുക്കിനി വീട്ടില് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. ഇത് നമ്മൾ ഒരു സ്പൂൺ പൊടി എടുക്കുക. ഒരു മീഡിയം സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് തേനും നെയ്യും എടുക്കുക. തേനും നെയ്യും. അപ്പൊ അതിനകത്ത് ആദ്യം തേൻ ഒഴിക്കാവോ? നമ്മൾ ആദ്യം തേൻ ചേർക്കുന്നു. ആവശ്യത്തിന് എടുക്കുക. പൻതേൻ തന്നെ ഉപയോഗിക്കുന്ന നല്ലത്. അത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു. അടുത്തത് നെയ്യ്. ഈ നെയ്യും തേനും ഒരു പ്രശ്നമുണ്ടല്ലോ, അത് സമം എടുത്താ വിഷമാണ്. ഓക്കെ, അതുകൊണ്ട് തേൻ കൂടുതലും നെയ്യ് കുറവ്. അപ്പൊ ഓർത്തോണം, നെയ്യും തേനും സമം ഒരിക്കലും എടുക്കരുത്. അതുകൊണ്ട് ഇപ്പൊ തേൻ ഇപ്പൊ ഒഴിച്ചു, വളരെ കുറച്ച് മതി നെയ്യ്. നമ്മൾ ചെറുതായിട്ട് നല്ല നാടൻ നെയ്യ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇത് വെച്ചൂർ പശുവിന്റെ നെയ്യാണ്. ഇത്രയും മാത്രം മതി. തേൻ കൂടുതലാണ് ഒഴിച്ചത്, നെയ്യ് ഇത്രയും മതി. അതും ഇതിനകത്ത് ഒഴിച്ചു. ഇനി എന്ത് ചെയ്യണം? നന്നായിട്ട് ഇളക്കണം. ഇതൊന്നിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാട്ടെ. ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇത് കഴിക്കേണ്ടതിന് സമയമുണ്ട്. അതെപ്പോഴൊക്കെയാ? നമ്മള് ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരം വേണം. എല്ലാ അത്താഴം എല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകുന്ന സമയത്ത് വേണം കഴിക്കാൻ. ഒരു നേരം കഴിക്കണ്ടേ?
രാത്രി മാത്രം. അതായത് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ജത്രൂർദ്ധ വികാരേഷു നിശി പ്രശസ്യതയെന്ന്. എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുകളിലോട്ടുള്ള വികാരങ്ങൾക്ക് അല്ലെങ്കിൽ അസുഖങ്ങൾക്ക് രാത്രിയാണ് പ്രാധാന്യം. അപ്പം കണ്ണ് മുകളിലോട്ടുള്ളതല്ലേ, അപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് ഇത് നമ്മൾ ഈ പറഞ്ഞ ഇത്ര ഒരാൾക്ക് കഴിക്കാനുള്ളത്. ഒരാൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം, പകുതി മതിയാവും. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. രുചിക്കുറവൊന്നുമില്ല. നമ്മുടെ നെല്ലിക്കയുടെ രുചിയുണ്ട്, പിന്നെ തേൻ്റെ നെയ്യുടെയും കൃത്യമായിട്ട് അറിയാൻ പറ്റും. കഴിക്കാതിരിക്കേണ്ട ഒരു സംഭവമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ദിവസവും രാത്രി കിടക്കാൻ നേരം പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ ശകലം തേൻ കൂടുതൽ കൊടുക്കൊന്നുമില്ല. അതായത് എന്തായാലും നമ്മൾ ഈ അല്ലാത്ത കഴിക്കുന്ന ഇതിനെ എത്രയും പോലും ഇതില്ല. എത്ര ദിവസം കഴിക്കണം? ഇത് സ്ഥിരം കഴിക്കാവുന്നതാ. കണ്ണിന്റെ ആരോഗ്യത്തിന് എപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. സ്ഥിരം കഴിച്ചാൽ ഏറ്റവും നല്ലത്. പിന്നെ ത്രിഫലയുടെ പ്രാധാന്യം അറിയാമല്ലോ. അത് ഇച്ചിരി അഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുള്ള, ശോധനയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കഴിച്ചാൽ നല്ലതാ. ചെറുതായിട്ട് വയറഴിഞ്ഞു പോകാനും നല്ലതാ. ത്രിഫലയുടെ ഒരു പൊടി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാ. മെയിനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, നമുക്ക് തന്നെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ സൗന്ദര്യം ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പം ഭക്ഷണമാണെങ്കിൽ രുചി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം, സ്പർശനം ഇല്ലെങ്കിലും നമുക്ക് കാണാം, അറിയാം. പക്ഷെ കണ്ണ് കണ്ടില്ലെങ്കിലോ വലിയ പ്രശ്നം അറിയത്തില്ല. തീർച്ചയായിട്ടും കണ്ണിനെ സംരക്ഷിക്കുന്ന ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അത് ഡോക്ടറാണ് പറയുന്നത്. ഡോക്ടറെ, നമ്മുടെ പിന്നെ ഇപ്പൊ ഈ ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ട് കണ്ണിന് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ എടുക്കണം. ഡോക്ടറുടെ പേര്? ശ്രീജിത്ത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര്? ശ്രീ വൈദ്യനാഥപുരം ആയുർവേദ ആശുപത്രി, മാന്നാർ. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഇവിടെ എല്ലാ മാസത്തിലും ആദ്യത്തെ സൺഡേയില് കണ്ണിന്റെ ഡോക്ടറിന്റെ സേവനമുണ്ട്. അപ്പൊ ഇവിടെ തന്നെ കണ്ണിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡോക്ടറെ, ഈ പ്രേക്ഷകർ കാണുമ്പോഴേ നമ്മളിപ്പോ ഇതൊക്കെ ചെയ്തു, ആദ്യം ചോദിക്കുന്ന കാര്യമാണ് ഡോക്ടർ എന്താ കണ്ണാടി വെച്ചേക്കുന്നത്? തീർച്ചയായിട്ടും എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിലെന്ന് പറഞ്ഞാൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാഴ്ചക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് നല്ല പവറിലായിരുന്നു കണ്ണാടി വെച്ചിരുന്നത്. അപ്പോൾ അതൊരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് അത് മാറ്റാൻ പാടായിട്ട് വന്നു. പിന്നെ ഞാൻ ആയുർവേദം പോയി സമയം തൊട്ട് ഇതേപോലെയുള്ള ചെറിയ ലൊട്ടിലൊടുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്കതങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഈ കാര്യങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കണ്ണാടി വെക്കാതിരിക്കാൻ നന്നായിട്ട് സഹായിക്കും. വെച്ച കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പവർ നന്നായിട്ട് കുറയ്ക്കാൻ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അവധി സമയത്ത് അവർക്ക് ചികിത്സ എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് കണ്ണാടി മാറ്റാനും അവർക്ക് സാധിക്കും. അപ്പൊ വീഡിയോ എല്ലാം അടിപൊളിയായിട്ട് കണ്ടു. കണ്ണ് നല്ല സെറ്റപ്പാണ്, ഒരു കുഴപ്പമില്ല, കഴുകാൻ പറ്റി. പിന്നെ ഡോക്ടർ, ഇതിപ്പോഴേ ചിലവർക്കൊക്കെ ഈ പറഞ്ഞ ത്രിഫലയും ഇതുമൊക്കെ കിട്ടാൻ വളരെ പാടാണ്. കാരണം ഫ്ലാറ്റ് ജീവിതമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? ഇത് നമ്മൾ ശുദ്ധമായിട്ട് ഉണ്ടാക്കി നമുക്ക് അവരിൽ എത്തിക്കാൻ പറ്റും. ഈ സാധനവും ഉറപ്പായിട്ടും പ്രധാനപ്പെട്ടതാട്ടോ. ഇതിനകത്ത് പ്രധാനപ്പെട്ടതാ, ഇത് എത്തിക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ അതിനകത്ത് വീഡിയോയിൽ നമ്പറുണ്ട്, ഇതിന്റെ കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. ആ നമ്പർ വാട്സ്ആപ്പ് നമ്പറാണ്. അതിലേക്ക് അഡ്രസ്സും പിൻകോഡ് നമ്പറും വിളിച്ചാൽ കിട്ടുന്ന നമ്പറോട് ചേർത്ത് അയക്കുക.